നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്ന വിഷയം വേഴത്തിന്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. വേഴം രാശി മാറിയപ്പോ വേഴം ഇപ്പോ കർക്കിടകൻ രാശിയിൽ എത്തി. നേരത്തെ മിഥുനൻ രാശിയിൽ നിന്നിരുന്ന ഗ്രഹം ഇപ്പോൾ കർക്കിടകൻ രാശിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ കർക്കിടകൻ രാശിയിൽ നിന്നിരുന്ന ഗ്രഹം തന്നെയായിരുന്നു വേഴം. അത് പുറകിലേട്ട് വക്രത്തിൽ പോയി മിഥുനൻ രാശിയിൽ ചെന്നെത്തി നിന്നു. ഇപ്പോഴിതാ വീണ്ടും മിഥുനൻ രാശിയിൽ നിന്ന് വേഴം കർക്കിടകൻ രാശിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയം എത്തിയിരിക്കുകയാണ്. അതായത് കർക്കിടകൻ രാശിയിൽ വേഴം ഉച്ചസ്ഥനായി നിൽക്കുന്നു ഇപ്പൊ ഈ സമയം. ഇനി വേഴം കർക്കിടകൻ രാശിയിൽ നിന്ന് ഒക്ടോബർ 31 കഴിയുമ്പോ വീണ്ടും അവിടെ നിന്ന് മാറും. പിന്നെ ചിങ്ങൻ രാശിയിലേക്ക് പോകും. ചിങ്ങൻ രാശിയിലും കുറച്ചുനാൾ നിന്നിട്ട് വീണ്ടും വേഴം കർക്കിടകൻ രാശിയിലേക്ക് തിരിച്ചു വരും. അപ്പൊ വേഴത്തിന്റെ ഈ രാശിമാറ്റം ഇങ്ങനെ രാശി മാറി കളിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ വേഴം ആരാണ്? ധനകാരകനാണ്. വേഴത്തിന്റെ ഉച്ചരാശിയാണ് ഈ കർക്കിടകൻ രാശി. അപ്പൊ കർക്കിടകൻ രാശി വേഴത്തിന്റെ ഉച്ചരാശിയും അതുപോലെ ധനപരമായ ഉയർച്ച കാണിക്കുന്ന ഒരു രാശിയും കൂടിയാണ്. കേന്ദ്ര രാശികളിൽ വേഴം നിന്ന കേന്ദ്ര രാശികൾ ഏതാണ്? 1, 4, 7, 10 കേന്ദ്ര രാശികളാണ്. അപ്പൊ കേന്ദ്ര രാശികളിൽ വേഴം നിന്നാൽ ഗജരാജ യോഗം, ഗജകേസരി യോഗം എന്നിങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് തുലാം രാശിയുടെ കാര്യമാണ്. തുലാം രാശി. അപ്പൊ തുലാം രാശിയുടെ 10ാം ഭാവത്തിലേക്കാണ് ഇപ്പൊ വേഴം നിൽക്കുന്നത്. തുലാം രാശിയുടെ 10ലാണ്. തുലാം മുതൽ എണ്ണിയാൽ 10ാമത്തെ രാശി. അപ്പൊ 10ാമത്തെ രാശി എന്ന് പറഞ്ഞാൽ അത് കർമ്മത്തിന്റെ രാശിയാണ്. കർമ്മ രാശിയാണ്. കർമ്മഫലം തരുന്ന രാശി കൂടിയാണ്. ഇപ്പൊ വേഴം രാശി മാറുന്നതോടുകൂടി ഈ തുലാം രാശിക്കാരുടെ സുവർണകാലം വന്നു. അവർക്ക് നല്ല സമയം വന്നു കഴിഞ്ഞു. അവരുടെ ദുരിതങ്ങൾ തീരുന്നു. അപ്പൊ തുലാം രാശിയിലെ വേഴം 10ാം ഭാവത്തിൽ തുലാം രാശിക്കാരുടെ, അതായത് ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി ഈ നക്ഷത്രക്കാരുടെ 10ലാണ് വേഴം നിൽക്കുന്നത്. 10 അവരുടെ കർമ്മഭാഗം കൂടിയാണ്. തൊഴിൽപരമായ നേട്ടങ്ങൾ വളരെയധികം കിട്ടാവുന്ന ഒരു സമയമാണ് ഈ സമയം ഇവരെ സംബന്ധിച്ച്. പ്രവൃത്തി സംബന്ധമായ കാര്യങ്ങളിലെല്ലാം വളരെ നേട്ടങ്ങൾ ഇവർക്ക് ഈ വേഴം 10ൽ നിൽക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ജോലിയിൽ, അവരുടെ തൊഴിലിൽ അവർക്ക് വരുമാനം കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിൽ സംബന്ധമായിട്ട് ഇവർക്ക് ധനം കിട്ടാനുണ്ടെങ്കിൽ, ചിലവർ ജോലി ചെയ്ത കാശൊക്കെ കിട്ടാനുണ്ടാവുമല്ലോ, ചിലവർക്ക് എന്തെങ്കിലും വിധത്തിൽ തടഞ്ഞു വെച്ച കാശുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം കിട്ടാവുന്ന ഒരു സമയമാണ്. കച്ചവടക്കാരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം. ഈ നക്ഷത്രക്കാർക്ക്. അപ്പോ ഞാനിത് പറയുമ്പോ ഈ കേന്ദ്ര രാശികളിൽ വേഴം നിന്നാൽ ഗജരാജ യോഗം അല്ലെങ്കിൽ ഗജകേസരി യോഗം എന്നൊക്കെ നമുക്ക് പറയാം ജ്യോതിഷപരമായിട്ട്. അപ്പോൾ ഇവിടെ 10 എന്ന് ഉള്ളത് കേന്ദ്ര രാശിയാണ്. 1, 4, 7, 10.
ഈ വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുന്നതിന്റെ ഇടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുക. അതായത് എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ മുന്നിൽ ഇവിടെ പറയുകയാണ്. അങ്ങനെ ചെയ്താൽ എന്റെ ചാനലിന് അത് ഉപകാരമായിരിക്കും. പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കച്ചവടത്തിലെ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം, തൊഴിൽ സംബന്ധമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പ്രമോഷനും ശമ്പള വർധനയും ഒക്കെ കിട്ടാവുന്ന ഒരു സമയമാണ്. സമൂഹത്തിൽ ഇവർക്ക് പ്രശംസയും പേരും പെരുമയും കിട്ടുന്ന ഒരു സമയമാണ്. ഏത് ഈ നക്ഷത്രക്കാർക്ക്, ഈ വേഴത്തിന്റെ രാശിമാറ്റം മൂലം. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും വളരെയധികം നേട്ടങ്ങൾ അവരെ തേടി വരുന്ന ഒരു സമയം കൂടിയാണ്. അവർക്ക് അംഗീകാരങ്ങളും പേരും പ്രശസ്തിയും കിട്ടും. അവർക്ക് വിദേശ വ്യാപാരം നടത്തുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. വിദേശത്ത് ജോലി ചെയ്ത് വ്യാപാരം അതേപോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ധനപരമായ കാര്യങ്ങൾ എന്തെങ്കിലും മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് ഇപ്പോൾ ആ മുടക്കം തീർന്ന് അതില് നല്ല അവസ്ഥ ഉണ്ടാവുന്ന ഒരു സമയമാണ്. കാശ് കിട്ടാനുണ്ടെങ്കിൽ ഉള്ളവരാണെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള അവസരവും ഈ സമയത്തുണ്ടാവും. ലോണിനൊക്കെ വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാനും സാമ്പത്തികമായ എന്തെങ്കിലും ഇടപാടുകൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തികമായ ഉദ്ദേശങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ്. കാരണം ധനകാരകനാണ് വേടം. അത് തൊഴിലിന്റെ ഭാഗത്ത് വന്ന് നിൽക്കുകയും 10 എന്ന് പറഞ്ഞ കർമ്മഭാഗം, തൊഴിലത്തിന്റെ ഭാഗം, പ്രവൃത്തിയുടെ ഭാഗം, ഇതെല്ലാം 10ആണ്. അപ്പൊ ആ 10ലാണ് സർവേശ്വരകാരകനായ വേടം വന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും വേഴത്തിന്റെ ഈ കർക്കിടകൻ രാശിയിലെ നിൽപ്പ് ഈ തുലാൻ രാശിയിലെ നക്ഷത്രങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.